ഗോൾവൽക്കർ മുതൽ മോഹൻ ഭാഗവത് വരെ ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി എഴുതിയതും പ്രസംഗിച്ചതുമൊക്കെ ലക്ഷ്യം കാണാതെ പോയത് നമ്മുടെ ഭരണഘടന കോട്ട പോലെ കവചമൊരുക്കിയതിനാലാണ്. പക്ഷേ ആ കോട്ടയുടെ കാവൽക്കാരാകേണ്ടിയിരുന്ന ഭരണകൂടത്തിന്റെ നിശബ്ദത തടയപ്പെട്ടതിനെല്ലാം പിൻവാതിൽ പ്രവേശനം നൽകുകയാണ്. ഈ ഒളിച്ചുകടത്തിന്റെ ഏറ്റവും പുതിയ നാൾവഴിയിലൂടെയാണ് ക്രിസ്മസിന് ക്രൈസ്തവർക്കെതിരെ രാജ്യമൊട്ടാകെ ആക്രമണങ്ങളുമായി സംഘപരിവാർ കടന്നുപോയത്. അർത്ഥഗർഭവും കുറ്റകരവുമായ ഭരണകൂട നിശബ്ദതയ്ക്കൊപ്പം ദുർബലമായ പ്രതിപക്ഷവും നിയമപരമായ പരിഹാരങ്ങൾ നടത്തുന്നതിന് ശക്തമായ സംവിധാനമില്ലാത്ത ന്യൂനപക്ഷ നേതൃത്വങ്ങളും സ്ഥിതി വഷളാക്കി. BJP സർക്കാരുകൾക്ക് നിവേദനം നൽകിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ല. ക്രിസ്മസിന് വർഗീയവാദികൾ അഴിച്ചുവിട്ട ആക്രമണങ്ങളെല്ലാം ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും എതിരാണ്. കോടതിയെ സമീപിക്കണം. രാജ്യതലസ്ഥാനത്തുൾപ്പെടെ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. കേരളത്തിലും പരീക്ഷണം നടത്തി. 11 വർഷത്തെ BJP ഭരണത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പുതിയ സംഭവമല്ല. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനവും പുതിയതല്ല. BJP സർക്കാരുകൾക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ അവഗണിക്കപ്പെടുന്നതും പുതിയ കാര്യമല്ല. ചേർത്ത് വായിക്കുമ്പോൾ പരസ്പര ബന്ധം ദൃശ്യമാണ്. ഹിന്ദുത്വ വർഗീയവാദികൾ പുറത്ത് ക്രിസ്മസ് അലങ്കോലമാക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാനെത്തിയത് ഈ രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനാകില്ല. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനായിരിക്കും. അല്ലായിരുന്നെങ്കിൽ ആക്രമണങ്ങളെ അപലപിക്കുകയോ അതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നു. സംഘപരിവാറിന്റെ ആക്രോശങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ്. സംഘടനകൾ മാത്രമല്ല, BJP സർക്കാരുകളും ഭരണഘടനയെ നോക്കുകുത്തിയാക്കി. UPയിൽ ക്രിസ്മസ് അവധി റദ്ദാക്കി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദു സേവാ സമാജ് ക്രിസ്മസ് തലേന്ന് ബന്ദ് നടത്തി. വിവാദമായപ്പോൾ നിർബന്ധമല്ലെന്ന് വിശദീകരിച്ചെങ്കിലും കേരള ലോക്ഭവനിലും ക്രിസ്മസ് പ്രവൃത്തി ദിനമാക്കിയിരുന്നു. 2024 മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ 834 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വർഷം നവംബർ വരെ 706 അക്രമങ്ങളുണ്ടായി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ ആധികാരികമല്ലെന്നാണ് BJP പറയുന്നത്. പക്ഷേ അതിൽ ഏതാണ് തെറ്റെന്ന് വിശദീകരിക്കുന്നുമില്ല. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം 4-5 ഇരട്ടിയായി. മിക്കതും മതപരിവർത്തനം ആരോപിച്ചാണ്. അതേസമയം ഘർവാപ്പസി എന്ന ഓമന പേരിട്ടുള്ള ഹിന്ദുത്വയുടെ മതപരിവർത്തനത്തിന് തടസ്സവുമില്ല. BJPയുടെ ദേശീയ നേതാക്കളിൽ ഏറെയും പഠിച്ചത് ഈ മതപരിവർത്തനക്കാരുടെ സ്കൂളിലായിരുന്നു. അന്നവർ നേതാക്കളായിരുന്നില്ല, മതം മാറിയതുമില്ല. ക്രൈസ്തവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ലെന്ന കണക്കുകളെ ഖണ്ഡിക്കാൻ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വ്യാജവാദ്യാരന്മാർ കൊണ്ടുവന്ന പുതിയ പദമാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളല്ലെങ്കിലും ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ ബൈബിൾ കൈവശം വെക്കുകയോ ചെയ്യുന്നവരെ ആകാം ഉദ്ദേശിച്ചത്. അവരുടെ എണ്ണം സെൻസസിൽ ഇല്ലാത്തത് കൊണ്ടാണത്രേ ക്രൈസ്തവ വിശ്വാസികളുടെ ശതമാനം കുറഞ്ഞിരിക്കുന്നത്. എത്രയോ ക്രിസ്ത്യാനികളുടെ വീടുകളിലും പള്ളിമുറികളിലും പോലും ഭഗവത്ഗീതയും രാമായണവും വേദങ്ങളും ഒക്കെയുണ്ട്. എന്തുകൊണ്ട് വർഗീയവാദികൾ അവരെ ക്രിപ്റ്റോ ഹിന്ദുക്കളെന്ന് വിളിക്കുന്നില്ല? ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും സംഘപരിവാറിനെ പോലും ലജ്ജിപ്പിക്കുന്ന ന്യായീകരണവുമായി വരുന്ന ക്രൈസ്തവ നാമധാരികളായ വർഗീയവാദികൾ ക്രിപ്റ്റോ ഹിന്ദുക്കളെന്നോ ക്രിപ്റ്റോ സംഘപരിവാർ എന്നോ അല്ലല്ലോ അറിയപ്പെടുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന വ്യാജം പോലെ ക്രിസ്മസിന് പോലും ക്രിസ്ത്യാനികളെ തുല്യ പൗരന്മാരായി കാണാത്തവരുടെ പുത്തൻ വളച്ചൊടിക്കലാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. BJPക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവരെയും ക്രിപ്റ്റോ കൂട്ടി വിളിക്കുമോ എന്നറിയില്ല. മറ്റൊരു നാടകം നൈജീരിയയിൽ നടക്കുന്നത് കണ്ടില്ലേ, സിറിയയിൽ നടക്കുന്നത് കണ്ടില്ലേ, പാകിസ്ഥാനിൽ നടക്കുന്നത് കണ്ടില്ലേ എന്ന സ്ഥിരം ചോദ്യമാണ്. തെളിച്ചു പറയാം, കണ്ടു, നിങ്ങളെക്കാൾ മുൻപ്. അതിനെതിരെ പറ്റാവുന്ന വിധത്തിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇരട്ടത്താപ്പില്ലാത്ത ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല, മതേതര ഭരണഘടനയാൽ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യയെ ന്യൂനപക്ഷങ്ങൾക്കും സ്വന്തം മതത്തിലെ മൗലികവാദികളല്ലാത്തവർക്കും സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമോ സമാധാനമോ കൊടുക്കാത്ത മതരാഷ്ട്രങ്ങളുമായാണോ താരതമ്യപ്പെടുത്തേണ്ടത്? ആ മതമൗലികവാദികളായ ഭരണാധികാരികൾക്ക് തുല്യരാണോ നമ്മുടെ ഭരണാധികാരികൾ? മതരാഷ്ട്രങ്ങളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലും നടക്കുന്നു എന്നതാണ് നമ്മെ ആകുലപ്പെടുത്തേണ്ടത്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ലെന്നും RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനെ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. വർഗീയതയും തീവ്രവാദത്തെയും തടയാനാകും. നോം ചോസ്കി പറഞ്ഞതുപോലെ അതിൽ പങ്കെടുക്കാതിരിക്കുക. ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയും ഒരുപോലെ എതിർക്കണം. ഒന്നിനെ താലോലിച്ചുകൊണ്ട് മറ്റുള്ളവയെ എതിർക്കുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇന്ത്യയിലെ വർഗീയതയും തീവ്രവാദത്തെയും പന പോലെ വളർത്തിയത്. അനുദിനം മാരകമായിക്കൊണ്ടിരിക്കുന്ന വിഷത്തെ നേരിടാൻ പ്രസ്താവനകൾക്കപ്പുറം മതേതര പാർട്ടികൾക്ക് കാലാനുസൃതവും സമയബന്ധിതവുമായ പദ്ധതി വേണം. ന്യൂനപക്ഷ മതനേതാക്കൾ കോടതിയെ സമീപിക്കണം. ദേശീയ തലത്തിൽ നിയമ നടപടികൾ ക്രോഡീകരിക്കാൻ സംവിധാനമുണ്ടാകണം. വികസന പദ്ധതികളോ ആത്മവിശ്വാസമോ ഇല്ലാത്ത പാർട്ടികൾക്കാണ് മതധ്രുവീകരണത്തിന്റെ ആവശ്യമുണ്ടാകുന്നതെന്ന് ജനം അറിയണം. കൈകോർത്ത് നിന്നാൽ വർഗീയതയും തീവ്രവാദത്തെയും തുരത്താനാകും. പക്ഷെ കൈകോർക്കണം.